വി.ഡി. സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കേരളത്തിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ സെൻട്രലൈസ് ചെയ്ത മനസ്സെന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ മനസ്സാണെന്ന്. എല്ലാവരുടെയും മനസ്സൊരു ഇടതുപക്ഷമാവാം, പക്ഷെ നമുക്ക് ചില കാര്യങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല. ഇത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളൊക്കെ കുഴിച്ചുമൂടി നമ്മുടെയൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ വളരെ പ്രിവിലേജ് കൊണ്ട് അടച്ചു മൂടപ്പെട്ട സ്ഥലത്തു നിന്നാണ് നമുക്ക് വലിയൊരു സ്പേസ് തുറന്നെന്ന് പി സി വിഷ്ണു എന്ന് പറഞ്ഞ UDFന് മിന്നുന്ന വിജയം നേടിക്കൊടുക്കാൻ ഒരു CPMകാരനുണ്ടായിരുന്നു. കൊല്ലം വാളത്തുങ്കൽ സ്വദേശിയായ ഡി സജീവ്. രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ രാഹുൽ ഗാന്ധി പങ്കുവച്ച കേരളം ജയിക്കും UDF നയിക്കും എന്ന വാക്കിൻ്റെ സൃഷ്ടാവ്. സൈബർ ഇടങ്ങളിൽ UDFന് വേണ്ടി പരസ്യപ്രചരണം നടത്തിയ ഡി സജീവ് സ്കൂൾ കോളേജ് കാലഘട്ടം തൊട്ടേ SFIയിലൂടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചായിരുന്നു രാഷ്ട്രീയ രംഗത്തേക്കെത്തിയത്. ഇന്നത്തെ ഡിബേറ്റുകളിലും പ്രസംഗങ്ങളുമൊക്കെയായി യുവതലമുറയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അടുപ്പിച്ച ഒരു പ്രധാനിയായിരുന്നു സജീവ്. കൊല്ലത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പരിപാടികളിൽ അനൗൺസറായും അവതാരകനായും സജീവ് നിറ സാന്നിധ്യമായിരുന്നു. കഴിഞ്ഞ വർഷക്കാലം മയ്യനാട് കൂട്ടിക്കട സഹകരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പറായും പ്രവർത്തിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ഇടതുപക്ഷമെന്നും തൻ്റെ ജോലിയാണ് താൻ നിർവഹിച്ചത് എന്നുമാണ് സജീവ് പറയുന്നത്. താൻ ഇപ്പോഴും ഒരു ഇടതുപക്ഷക്കാരനാണ്. നിരവധി തവണ UDFന് വേണ്ടി ഡിജിറ്റൽ പ്രചരണം അടക്കം നടത്തിയിട്ടുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണല്ലോ സംസ്ഥാനത്തിലും മന്ത്രിയായിട്ടുള്ള പി സി വിഷ്ണു. അതൊരു കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ എഴുത്ത് മേഖലയെക്കുറിച്ച് നന്നായിരിക്കാം. ഒരു 100-ലധികം കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുടെ ക്യാച്ച് ലൈൻ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ ശ്രദ്ധേയമായ പല ക്യാമ്പയിനുകളുടെയും സർക്കാരിൻ്റെ ക്യാമ്പയിനുകളുടെയൊക്കെ ക്യാച്ച് ലൈനൊക്കെ എഴുതിയിട്ടുള്ള ഒരു അനുഭവം പി സിക്ക് കൂടെ അറിയാം. പി സി പറഞ്ഞ പല സ്ഥാപനങ്ങളിൽ നിന്ന് സമീപിക്കുന്നുണ്ട്. നമ്മൾ നോക്കിയിട്ടൊന്നും നമുക്കത്ര ശരിയാവുന്നില്ല. എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സാധനം എഴുതാൻ പറ്റുമോ? അങ്ങനെയാണ് ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ 3 രീതിയിൽ നമ്മൾ എഴുതിയായിരുന്നു. അതിലൊന്ന് അത് നമ്മുടെ മഴവിൽ മനോരമയുടെ പ്രോഗ്രാം ഹിറ്റായിട്ടുള്ള മനോജ് മനയിലിൻ്റെ കയ്യിലാണ് ഇത് ആദ്യം കൊടുക്കുന്നത്. അപ്പം മനോജാണ് പറഞ്ഞത് ഇത് കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ജനം ജയിക്കും UDF നയിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം കൊടുത്തത്. പക്ഷെ അത് പിന്നെ കുറച്ചും കൂടെ വീശി പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് നമ്മൾ കേരളമായി മാറട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഇപ്പോൾ കേരളം ജയിക്കും UDF നയിക്കും എന്നുള്ളതാണ്. ഈ ജനവും ഭരണകൂടവും തമ്മിലുള്ളൊരു ജയ പരാജയം എന്നുള്ള രീതിയിലേക്കുള്ളൊരു ഫൈറ്റ് എന്നുള്ള രീതിയിലേക്കാണ് ഇതിനെ ഏറ്റെടുക്കേണ്ടി വന്നത്. ഇതാണ് പ്രധാനമായിട്ട് ഇതിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം. പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഉപയോഗിക്കാൻ പ്രധാനമായും തിരഞ്ഞെടുപ്പിലും അവലംബം എന്ന് പറഞ്ഞാൽ അത് മുണ്ടോപനിഷത്തിലെ സത്യമേവ ജയതേ എന്നും പിന്നെ അതുപോലെ തന്നെ ഈ ദൈവശബ്ദം ജനശബ്ദം എന്നുള്ള ഒരു ലാറ്റിൻ വാക്കാണ്. അതിനെ വെച്ചിട്ടാണ് ഈ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. രാഷ്ട്രീയം നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സംഭവമാണെങ്കിലും നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വേറൊരു സംഭവമല്ലേ. അത് ഈ സൈബർ ഇടങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഇല്ല, ഞാൻ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള സ്പേസ് ഉള്ളൊരു നാട്ടിൽ ഒരു ജനാധിപത്യ രാജ്യത്തല്ലേ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ നമ്മുടെ പക്ഷമോ എന്നൊക്കെ പറയാൻ നമ്മുടെ മനസ്സുകൊണ്ടാണല്ലോ. അപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കേരളത്തിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ സെൻട്രലൈസ് ചെയ്ത മനസ്സെന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ മനസ്സാണെന്ന്. എല്ലാവരുടെയും മനസ്സൊരു ഇടതുപക്ഷമാവാം, പക്ഷെ നമുക്ക് ചില കാര്യങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല. ഇത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളൊക്കെ കുഴിച്ചുമൂടി നമ്മുടെയൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ വളരെ പ്രിവിലേജ് കൊണ്ട് അടച്ചു മൂടപ്പെട്ട സ്ഥലത്തു നിന്നാണ് നമുക്ക് വലിയൊരു സ്പേസ് തുറന്നെന്ന് പി സി വിഷ്ണു എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത്. ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അർഹതപ്പെട്ട ഒരു അംഗീകാരം ഇതുവരെയും കിട്ടാതെ പോയിട്ടുണ്ട്. അല്ല, അത് കിട്ടാതെ പോയതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് ഒത്തിരി ഉണ്ട്. നമ്മുടെ ഈ ഡോക്ടർ B.R. അംബേദ്കർ പിന്നെ രാജ്യത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുമ്പോൾ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ചെല്ലുമ്പം അദ്ദേഹത്തിന് അവിടെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു.